ഹായ് ഹലോ, ഇന്നത്തെ വർക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തു വെക്കുന്നത് ഈ ഒരു ചെയിനാണ് കേട്ടോ. നമ്മുടെ കഴുത്തിന് അളവിന് നമുക്ക് എത്ര ലെങ്ത് വേണം അത്രയും ലെങ്ത്തിൽ എടുക്കുക. കൂടാതെ ഐപ്പിന് വേണം, ഐപ്പിന്നല്ല ഹെഡ് പിന്നും ഒരു ബീഡ് വന്നിട്ട് ലോക്കറ്റിനാണ്. നിങ്ങൾക്ക് ലോക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇതിൻ്റെ കൂടെ വേണം സൂചിയും നൂലും വേണം, പിന്നെ ബീഡ്സ് വേണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം. കുഞ്ഞു ബീഡാകുമ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ ബീഡും ഈ ഒരു വൈറ്റ് ബീഡും എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ രണ്ട് സാധനം കൂടി വേണം. എന്താണെന്നോ, നമ്മളെ ജം റിങ്ങും വേണം, അതേപോലെ ഈ ഒരു ഹൂക്കും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കുക. നമുക്ക് വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ത്രെഡിൽ എന്ത് ചെയ്യണം, ഈ ഒരു ജം റിങ് കെട്ടി വെക്കണം. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് കെട്ടി വെക്കണം, ഗമ്മിട്ട് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് ബീഡ്, ഒരു ബ്ലൂ ബീഡ്, വീണ്ടും വൈറ്റ്, വീണ്ടും ബ്ലൂ, ഈ ഒരു ഓർഡറിൽ കോർത്തെടുക്കുക. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ. ഒരുപാട് ലെങ്ത്ത് ആയാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് ഒന്നും വേണ്ട, ഒരു മീഡിയം കഴുത്തിലിങ്ങനെ എന്താ പറയുക, കുടുങ്ങി നിൽക്കാത്ത രീതിയിൽ, കുറച്ച് താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു അളവിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മുഴുവനായിട്ടും കോർത്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ബ്ലൂ വൈറ്റ് വൈറ്റ് ബ്ലൂ വൈറ്റ് ബ്ലൂ വൈറ്റ് ബ്ലൂ, ഈ ഒരു ഓർഡറിൽ മുഴുവനായിട്ടും കോർത്തെടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ ചെയിനാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഹൂക്ക് വെക്കണം കേട്ടോ. ആ ഒരു ഹൂക്ക് വെച്ച് കെട്ടി വെക്കുക. എന്നിട്ട് ഗമ്മിട്ടൊട്ടിച്ച് വെക്കുക. തൊട്ടടുത്തുള്ള ബീഡ്സിലേക്ക് ആ ഒരു ത്രെഡിനെ കോർത്തെടുക്കുക, സൂചി കോർത്തെടുക്കുക. തൊട്ടടുത്ത് 2-3 ബീഡ്സിൻ്റെ ഉള്ളിൽ കോർത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എൻഡ് അതിൻ്റെ ഉള്ളിലേക്കായി പോകും. ഗം യൂസ് ചെയ്യാൻ മറക്കരുത്, എന്നാൽ അത് മാത്രമേ അത് സെക്യൂറായിട്ട് അവിടെ നിൽക്കുള്ളൂ കേട്ടോ. ഇതേപോലെ ഞാൻ 2 ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ബാലൻസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് മാല ഇതാ നമ്മൾ ഉണ്ടാക്കിയ മുത്ത് കോർത്ത് വെച്ച ത്രെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് ചെയ്യേണ്ടത് ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തിട്ട് ഇതിനേക്കാളും ലെങ്ത്ത് കുറച്ചെടുക്കുക കേട്ടോ. ഒന്നുകിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ലെങ്ത്ത് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ലെങ്ത്ത് അതിനേക്കാളും കുറച്ച് എടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് ആയി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. നാവ് കുഴയുന്നുണ്ട്, എന്താണെന്നറിയില്ല. പല വീഡിയോയിലും അത് തന്നെയാണ് സ്ഥിതിയിൽ. എന്നിട്ട് വന്നിട്ട് ആ ഒരു ജം റിങ്ങിലും നമ്മുടെ ഹൂക്കിലും 2 അറ്റങ്ങളായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. നമ്മളെ വർക്ക് കഴിഞ്ഞു. സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് മുമ്പേ എടുത്ത് വെച്ചില്ലേ ഹെഡ് പിന്ന്, ആ ഹെഡ് പിന്നിലേക്ക് ഒരു വൈറ്റ് ബീഡും നമ്മൾ ലോക്കറ്റിന് പകരം യൂസ് ചെയ്യുന്ന ഈ ഒരു ബീഡും വീണ്ടും ഒരു കുഞ്ഞ് വൈറ്റ് ബീഡ് കൂടെ കോർത്തിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫോൾഡ് ചെയ്യുക. ചെയിനിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് നമ്മളൊരു ലോക്കറ്റ് എങ്ങനെയാണോ ഫിക്സ് ചെയ്യുക, ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ചെയിനിലേക്ക് ലോക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ, ഇന്നത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇത്. വന്നിട്ട് ഇപ്പം ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടുമിക്ക ആളുടെ കയ്യിലും ഒട്ടുമിക്ക ഫാൻസിലും ഇത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഞാൻ എടുത്തത്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ.